ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ, ലോകത്തുള്ള സർവ്വ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും എന്താണ് പറയുന്നത് സഹോദര? കാണുന്ന വൃക്ഷലതാദികളല്ല, കണ്ണൂർ ജില്ലയിലെ വൃക്ഷലതാദികളല്ല, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികളല്ല, നിലമ്പൂർ കാടുകളിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല, ആമസോൺ കാടുകളിലുള്ള വൃക്ഷലതാദികൾ, ലോകത്ത് നിലകൊള്ളുന്ന സർവ്വ സസ്യലതാദികളും മുഴുവൻ വൃക്ഷലതാദികളും മുഴുവനും ഒരുമിച്ചിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, ജഹന്നം എന്ന് പറയുന്ന കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്, ചെറുതാണ്, ഒരു ചെറിയ തീപ്പൊരി മാത്രമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചിന്തിക്കണേ സഹോദരി, നീ അടുപ്പ് കത്തിക്കുന്ന സന്ദർഭത്തിൽ സൗവിൽ നിന്ന് നിന്റെ വിരലിന്റെ തുഞ്ചം, വിരലിന്റെ ഒരു അഗ്രഭാഗം അല്പമൊന്ന് കത്തിയതിന്റെ പേരിൽ മാസങ്ങളോളം അടുക്കളയിൽ കയറാതിരുന്നവളാണ് നീ. നരകത്തിന്റെ ചൂട് നീ മനസ്സിലാക്കണേ, നീ ഒന്ന് മനസ്സിലാക്കണേ. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളതാകുന്ന വെള്ളത്തിലേക്ക് അരിയിട്ടുകൊണ്ട് നീ അതാ സുന്ദരമായി ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോ ആ വെള്ളത്തിലേക്ക് കൈയിട്ടാൽ നിന്റെ കൈതാ വെന്തുരുകി പോവുകയാണ്. എന്നാൽ നരകത്തിന്റെ ചൂട് ചെറുതല്ല, ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് 3000 കൊല്ലം കത്തിക്കുകയാണ്. 1000 കൊല്ലം കത്തിച്ചിട്ട് ചുവന്നു തൊടുത്ത നരകം, 2000 കൊല്ലം കത്തിച്ചിട്ട് വെളുത്തു തൊടുത്ത നരകം, 3000 കൊല്ലം രാവും പകലും അല്ലാഹു കത്തിക്കുകയാണ്. നരകം വല്ലാതെ കറുത്തു പോയത്ര സഹാബ, കറുത്തുപോയി നരകം. വഹിയ സൗദാഉൻ മുളിമാ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് നരകത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുകയാണ്. വഹിയ സൗദാഉൻ മുളിമാ, വഹിയ സൗദാഉൻ മുളിമാ, കറുത്തിരുണ്ട നരകമാണ് സഹാബ, പേടിച്ചു പോകുന്ന നരകമാണ് സഹാബ, കറുകറുത്ത നരകമാണ് സഹാബ, ചുട്ടുപൊള്ളുന്ന നരകമാണ് സഹാബ. മാ അസ്ഫല മിനൽ കഅബൈനി ഫന്നാറു ഔലാ ബിഹി, നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്നവനെ നിന്നെ നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ പറഞ്ഞ 3000 കൊല്ലം കത്തിച്ച നരകം നിന്നെ ഇതാ കാത്തിരിക്കുകയാണ്. നരകം ഇതാ നിനക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്.